രത്നവിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയായി. പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജിമോളജിസ്റ്റ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സാർ. നമസ്കാരം. നമസ്കാരം. നമ്മൾ രത്നങ്ങളെക്കുറിച്ച് പറഞ്ഞ സമയത്ത് രണ്ട് രത്നം കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത രത്നങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി, റെഡ് കോറലും. അപ്പം ചൊവ്വയും അതുപോലെ തന്നെ ശനിയുടെ രത്നങ്ങൾ നമുക്ക് അങ്ങനെ കോമ്പിനേഷൻ ഉപയോഗിക്കാൻ പാടില്ലെന്ന് സാറ് പറഞ്ഞു. ചൊവ്വയുടെ കൂടെ അല്ലെങ്കിൽ അങ്ങനെ കോമ്പിനേഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ആ ഒരു സ്റ്റോണുകൾ? ചൊവ്വയുടെ കൂടെ ഏറ്റവും അനുകൂലമായ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രൻ വളരെ അനുകൂലമാണ്, വ്യാഴം അനുകൂലമാണ്, സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ ഇവരൊക്കെ അനുകൂലമാണെങ്കിലും ഇവരുടെ എല്ലാം കല്ല് മേടിച്ചിടണമെന്നല്ല ഞാൻ പറഞ്ഞത്. ചാർട്ടിൽ എങ്ങനെ നിൽക്കുന്നു, ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ബർത്ത് ചാർട്ടിൽ എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അത് നമുക്ക് ഇപ്പോൾ ചൊവ്വയും ചന്ദ്രനും തമ്മിലുള്ള കൺജക്ഷൻ, മാർസ് മൂൺ കൺജക്ഷനൊക്കെ നല്ല കൺജക്ഷൻസാണത്. ഭയങ്കര യോഗം അത്, ശശിമംഗള യോഗം എന്ന് പറഞ്ഞ യോഗം അത്, ആ ഒരു പ്രത്യേക കൺജക്ഷൻ അത് തന്നെ. അപ്പോൾ അതൊക്കെ നമുക്ക് 10th ഹൗസ്, ഞാൻ ചാർട്ട് ഉണ്ട് എൻ്റെ കയ്യിൽ, ഞാനൊരു ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചാർട്ടിനകത്ത് കർക്കിടക ലഗ്നം തന്നെയാണ്. ഓക്കെ. 2nd ഹൗസിൽ ചന്ദ്രനും ചൊവ്വയാണ് നിൽക്കുന്നത്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. D9 ചാർട്ടിലും 2nd ഹൗസ്, അതായത് ചിങ്ങത്തിൽ തന്നെ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ D1 D9 ചാർട്ടിൽ വർഗോത്തമൻ ചെയ്ത ചന്ദ്രൻ ഭയങ്കര പ്ലസ് പോയിന്റ്. പിന്നെ ലഗ്നാധിപനാണ്, ലഗ്നത്തിൻ്റെ ആധിപത്യം ആണ് ചന്ദ്രൻ. 10th ഹൗസ് എന്ന് പറയുന്നത് ചൊവ്വയുടെ ഹൗസാണ്, മേടം, അതും 2nd ഹൗസിൽ വന്നു. അപ്പോൾ ചന്ദ്രനും ചൊവ്വയും എന്താണ്, ജലവുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനറ്റ്സ് ആണ്. അപ്പോൾ ഈ വ്യക്തി ഓഫ് ഷോറിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും വെള്ളമായിട്ടുള്ള ഒരു ബന്ധം പുള്ളിക്ക് വന്നു. രണ്ടും നല്ല, ആൾക്കൊരിക്കൽ പോലും ഒരു ഡ്രൈ ഏരിയയിൽ പുള്ളി വർക്ക് ചെയ്യത്തില്ല. സാറ് മുമ്പുള്ളൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മൂണ് നന്നായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. കർക്കിടക കൂറുകാർക്ക് വെള്ളത്തിന് ഒരിക്കലും ഒരു ക്ഷാമം ഉണ്ടാവില്ല. ഇവിടെ ആള് ഓഫ് ഷോറിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ജലമായിട്ട് ഭയങ്കര ബന്ധമാണ്, ജലമായിട്ട്. ചൊവ്വയുണ്ട്, ചൊവ്വ ഭൂമിയുമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ കടലിൽ തന്നെ പുള്ളി പണിയെടുക്കുവാണ്. അപ്പോൾ അതാ ചന്ദ്രനും ചൊവ്വയും തമ്മിലുള്ള കോമ്പിനേഷൻ. ഇതിപ്പോൾ ഒരു വളരെ 33 വയസ്സുള്ള ഒരു പയ്യൻ്റെ ചാർട്ടാണ്. പിന്നെ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ ഷോപ്പിൽ വന്ന് പോയ ആളാണ്. പേരില്ല, വേറെ വർഷങ്ങളൊന്നും ഇതിനകത്ത് ഞാൻ പറയുന്നുമില്ല. പക്ഷേ ഈ ചാർട്ടിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഞാനിത് എഴുതാം. ഈ 2 കോമ്പിനേഷൻ, ഈ കോമ്പിനേഷൻ വരുമ്പോൾ എന്നുള്ള ഗുണമെന്ന് പറയുന്നത്, പുള്ളിയെ സംബന്ധിച്ചിടത്തോളം 25 വയസ്സ് കഴിഞ്ഞപ്പം മുതൽ ഈ ചന്ദ്രദശ തുടങ്ങി. പുള്ളിക്ക് 25 വയസ്സ്, 19 വയസ്സ് 25 വയസ്സ് വരെ പുള്ളി നല്ലോണം സ്ട്രെയിൻ ചെയ്ത്. കാരണം വെച്ചാൽ ആദിത്യദശയും ആദിത്യൻ 12ൽ നിൽക്കുന്നു കേതുവിൻ്റെ കൂടെ. അപ്പോൾ നല്ലോണം ഇട്ട് അലക്കി. ഈ അലക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ നല്ല ടൈമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പീരീഡായിട്ട് അത് കൺസിഡർ ചെയ്താൽ മതി. മോശം സമയമാണ്, എനിക്ക് ആ കുഴപ്പമാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ ആൾക്കാർ 25 വയസ്സായ സാറേ ജോലി ആയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇത് അത് ട്രെയിനിങ് പീരീഡാണ്. നിങ്ങളുടെ സമയം, യുവർ ടൈം ഈസ് കമ്മിങ് ഓൺ ദ വേ. ഇപ്പം നമുക്ക് 2017 പുള്ളിക്ക് ജോലി കിട്ടി ഓഫ് ഷോറിൽ തന്നെ. അതാ 10 വർഷം പുള്ളിക്ക് ചന്ദ്ര ദശാകാലം ബെസ്റ്റ് ദശാകാലം. വെള്ളത്തിൽ തന്നെ പുള്ളിക്ക് ജോലി കിട്ടി, കൂടെ ചൊവ്വായി നിൽക്കുന്നു. അതായത് ലഗ്നാധിപൻ 2nd ഹൗസിൽ, കർമാധിപൻ 2nd ഹൗസിൽ, 10th ലോഡും 2nd ഹൗസിൽ, 1st ലോഡും 2nd ഹൗസിൽ. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഞാൻ ഇത് കൊണ്ട് പുള്ളിക്ക് ഈശ്വരൻ ദീർഘായുസ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ ഇയാൾക്കൊരു ഏജ് വരുമ്പോൾ, ഇതുവരെ പുള്ളി ഒരു 55-60 വയസ്സ് വരെയും ഇങ്ങനെയുള്ള പല ഫീൽഡിലും കാര്യങ്ങളിലുമായിട്ട് പുള്ളി മുമ്പോട്ട് പോകും. അതിനുശേഷം പുള്ളിക്ക് നല്ല ഫാം ഹൗസും ലാൻഡും അഗ്രികൾച്ചറും കാര്യങ്ങളായിട്ട് കുളവും ഒക്കെ ആയിട്ട് പുള്ളി മുമ്പോട്ട് പോകും. അവിടെയും ഭൂമിയായിട്ടും ബന്ധം വരുന്നുണ്ട്, വെള്ളമായിട്ടും കാര്യങ്ങളായിട്ടും. അങ്ങനെ കണക്ഷനിലാണ് നിൽക്കുന്നത്. മുമ്പോട്ട് പോകുന്നത്.
ഇപ്പം ഈവൻ അത് തന്നെയായിരിക്കും ആൾക്ക് ആ ഒരു റിട്ടയർമെൻറ്റ് ടൈമിലോ ആ ഒരു ടൈമിലേക്ക് പ്ലാൻ ചെയ്യാനുള്ളത് ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയായിരിക്കും. ഗോൾഡ് ഫീൽഡിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ എനിക്ക് അതുകൊണ്ട് പേരൊന്നും പറയുന്നില്ല, മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള ആളാണ്, വളരെ സുപ്രീം പവറിൽ നിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് ഇതുപോലെ തന്നെ ഈ ജെം സ്റ്റോൺസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പരിചയമാകും. വളരെ സുഹൃത്ത് ബന്ധമാണ്, ഭയങ്കര സുഹൃത്ത് ബന്ധം ഇപ്പോഴും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഫീൽഡ് വിടും നിങ്ങൾ ഈ ഫീൽഡിൽ സുപ്പീരിയർ പവറായിട്ട് പോവും. പക്ഷെ നിങ്ങൾ ഈ ഫീൽഡ് വിട്ടിട്ട് നിങ്ങൾ ഭൂമിയും അതുപോലെ തന്നെ ജലവും വെള്ളവും ഒക്കെ ആയിട്ടുള്ള ഇതിലേക്കായിരിക്കും നിങ്ങളുടെ ഒരു 52-55 വയസ്സ് കഴിയുമ്പോൾ മുതലെന്നുള്ളത്. ഇപ്പോൾ പുള്ളി ഈ ഫീൽഡ് വിട്ടു. പുള്ളി നല്ല ഒന്നാന്തരം ഒരു പിന്നെ ഫാം, അതുപോലെ തന്നെ പുള്ളിയുടെ വീട് വന്നിരിക്കുന്നത് ഒരു ബാക്ക് വാട്ടർ ബോട്ടൊക്കെ പോകുന്ന സ്ഥലം, എല്ലാ പുള്ളി ഫാമിങ് കാര്യങ്ങൾ എല്ലാം ഭൂമിയായിട്ടുള്ള ബന്ധമാണ്. ചങ്ങനാശ്ശേരിയിലാണ് പുള്ളി അത്രമാത്രം പറയാൻ അത്രയും കാര്യങ്ങൾ വന്നു. ഇപ്പം അതിലാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ജീവിതം ശരിക്കും സന്തോഷകരമായിട്ടുള്ള ജീവിതം പുള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെള്ളവും ജലവും ബോട്ടില്ല, പുള്ളിക്ക് വള്ളമുണ്ട്. വള്ളമൊക്കെ പുള്ളിയുടെ ഫാദറായിട്ട് പണ്ടുണ്ടാക്കിയിരുന്ന വെള്ളമാണ്. ഈ പയ്യെ ഇവർ ടേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പം നല്ല വള്ളമാക്കി ഇറക്കി, പഴയ വള്ളം അപ്പൻ്റെ പേര് തന്നെ. ആലോചിച്ച് നോക്കി ആ ഒരു കണക്ഷൻ ജലമായിട്ട് ബന്ധം വന്നാൽ നമ്മൾ ആ പണി എടുക്കും, എന്നല്ലെങ്കിൽ നാളെ. അതാണ് ഈ ഒരു മൂണും അതുപോലെ തന്നെ മാസും തമ്മിലുള്ള ഒരു നല്ലൊരു കൺജങ്ഷൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു. ആ ഒരു വിവരങ്ങളിലേക്ക്, കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞതൊരു ചാർട്ടിനെ കുറിച്ച് സാറ് പറഞ്ഞു. അവിടെ മാസും അതുപോലെ തന്നെ മൂണും തമ്മിലുള്ള ഒരു കൺജങ്ഷൻ, അത് നല്ല ഒരു കൺജങ്ഷനെ കുറിച്ച് സാറ് പറഞ്ഞു. യോഗമാണ്, ഭയങ്കര യോഗമാണ്. അപ്പോൾ ആളുടെ ആ ഒരു ജോലിയായിട്ട്, വെള്ളമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ജോലി മേഖല ഇനി ഫ്യൂച്ചറിൽ അയാളൊരു റിട്ടയർമെൻറ്റ് ടൈമിലൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം കൂടെ സാറ് ചർച്ച ചെയ്യുകയുണ്ടായി. എത്തിപ്പെടും, അതിലേക്ക് തന്നെ എത്തിപ്പെടും. ഈ ഒരു ചാർട്ടിൽ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള സ്റ്റോണുകൾ ഏതാണ്? ഒന്നും ആലോചിക്കാനില്ല, മുത്തും പവിഴും, പേൾസും കോറൽസും. അത് പേള് തന്നെ വേണം. പേളും സീപ്പേൾസ്, കെഷി പേൾ എന്നൊക്കെ പറയുന്ന പേൾസ് ഉണ്ട്, ഷേപ്പ്ലെസ് ആയിട്ടുള്ള പേള്. അതും നല്ല ഇറ്റാലിയൻ കോറൽസും. അതാണ് ആൾക്ക് ലൈഫ് ലോങ് അത് തന്നെ യൂസ് ചെയ്യും. ലൈഫ് ലോങ് പണിതുകൊണ്ടിരിക്കുകയാണ്, അത് കൊടുക്കണം. വളരെ ട്രമൻഡസ് ചേഞ്ച് പുള്ളിക്ക് വരും. 101% പുള്ളിക്ക് ചേഞ്ച് വരും. അന്നേ പറ്റത്തുള്ളൂ. ഇത് സയൻസാണ്, ഇത് കണക്കാണ്. നമ്മുടെ യാതൊരു തരത്തിലുള്ള കഴിവുമല്ല ഇതിനകത്ത് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ആ 2 പ്ലാനറ്റ് കയറുന്നതോടുകൂടി തന്നെ പുള്ളിക്ക് അറിയുകയും ചെയ്യും. കാരണം പുള്ളിയുടെ ഈ സൂര്യൻ ഭയങ്കര റോങ് സൈഡിൽ പോയി. 12th ഹൗസിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യദശാലോ പുള്ളി കിടന്ന് കഷ്ടപ്പെട്ടത്. അപ്പം ചന്ദ്രദശയും വന്നു, ചന്ദ്രൻ്റെ സ്റ്റോണും വന്നു. അപ്പം ഈ ദശാകാലത്തിന് അതിൻ്റെ കല്ല് വന്ന് കണ്ടോ. അപ്പോൾ അല്ല, സാറ് പറഞ്ഞാൽ ദശാകാലം അനുസരിച്ചിട്ടല്ലെന്ന് പറയരുത്. കാരണം ഇതിൽ ചന്ദ്രൻ ഫേവറബിൾ പ്ലാനറ്റ്, ഏറ്റവും ഫേവറബിൾ പ്ലാനറ്റ്. ആ പീരീഡ് വന്നപ്പം പുള്ളിക്ക് എൻ്റെ കല്ല് ഉപയോഗിക്കാം. ചന്ദ്രദശ കഴിഞ്ഞ് ചൊവ്വയുടെ ദശാകാലത്തും ചൊവ്വയുടെ കല്ലും പുള്ളിക്ക് കിടപ്പുണ്ട്. അപ്പോൾ പുള്ളിക്ക് 10, 7, 17 വർഷക്കാലം ഗോൾഡൻ ടൈമാണ് പുള്ളിയുടെ. അത് കഴിഞ്ഞാലും കല്ല് ഇത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. 2 തേയ്മാനം സംഭവിക്കുന്ന കല്ലുകളായതുകൊണ്ട് പുള്ളിക്കത് മാറ്റേണ്ടി വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ. കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം ആൾക്കത് മാറ്റി 10 കൊല്ലം കഴിയുമ്പോൾ അത് മാറ്റേണ്ടി വരും. അതുവരെ പുള്ളിക്ക് ഇതിനകത്ത് ലൂസ് വരുമ്പോൾ ഇതിന് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ പേൾസും കോറൽസും ധരിക്കുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ലൂസാണെങ്കിൽ അത് എവിടെയെങ്കിലും ജ്വല്ലറി കൊടുത്ത് സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു ദിവസം അത് കാണത്തില്ല. ഇപ്പം ആൾക്ക് ഈ പറയുന്ന മുത്തും പവിഴുമാണ് സൂട്ടബിൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മാല ഒക്കെ ആയിട്ട് ആൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ലേ? പിന്നെ എനിക്ക് നമ്മുടെ സിനിമാ നടൻ ഇന്നസെൻ്റ് ഏട്ടൻ അത് ഇങ്ങനത്തെ ഒരു മാല ഉപയോഗിച്ചായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുത്തും പവിഴുമാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ അത് മാച്ചിങ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അത് അദ്ദേഹം അത് ധരിച്ചിരിക്കുന്നത്. യൂസ് ചെയ്തിരുന്നത്.
മുത്തും പവിഴവും തമ്മിൽ ബ്രേസ്ലെറ്റ്സ് ഇടാം. പക്ഷെ റിങ്ങുകൾ ഇട്ടതിന് ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ പെൻഡൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണം. നമുക്ക് ഹോൾ ചെയ്യാത്ത 2 കല്ലുകൾ എന്തായാലും വേണം. അത് റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ അതായിട്ടോ ലോക്കറ്റ് ആയിട്ടോ പിന്നെ എല്ലാം നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്താൽ മതി. അപ്പം ആൾക്ക് ലൈഫ് ലോങ് ഈ 2 സ്റ്റോണും യൂസ് ചെയ്യാം. മറ്റൊരു സ്റ്റോണുകളും പിന്നീട് ആവശ്യമില്ല. അതിനകത്ത് ഇപ്പം എന്തിനാ നമുക്കധികം മുട്ടയധികം കഴിച്ചാൽ അപകടമെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒന്നും ഒരു എക്സസ് ആയിട്ട് നമുക്ക് ധരിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കറക്റ്റ് ക്യാരറ്റേജിൽ ഞാൻ കറക്റ്റായിട്ട് പുള്ളിക്ക് മൂൺ സ്റ്റോൺ പേൾ കൊടുത്തിരിക്കുന്ന ഇച്ചിരി വലിയ ക്യാരറ്റും മൂൺ റെഡ് കോറിൽ ഒരു 5 ക്യാരറ്റ്സ് ആ റേഞ്ചിൽ കൊടുത്തിരിക്കുന്നത്. മാച്ചിങ് ആണെങ്കിലും പുള്ളിക്ക് 10 ക്യാരറ്റൊന്നും കൊള്ളില്ല. ഓവറായിട്ടുള്ള ക്യാരറ്റേജ് യൂസ് ചെയ്യുന്നതും ശരിയല്ല, അത്ര നല്ലതല്ല. അപ്പോൾ വെള്ളമായിട്ട് എന്ത് ബന്ധങ്ങളും പുള്ളിക്ക് ഫ്യൂച്ചറിൽ വന്നാലും അത് കൈ കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് രീതിയിലും കാര്യങ്ങളിലും ഒക്കെ. അപ്പോൾ ആളുടെ ആ കരിയറിലാണെങ്കിലും ചേഞ്ചസ് വന്നാൽ പോലും ഈ പറയുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. ഒരു മരുഭൂമി പോലെ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത ഒരു സ്ഥലത്ത് പുള്ളി പണിയില്ല. മരുഭൂമിയിലാണെങ്കിൽ പോലും പുള്ളി കടലിലായിരിക്കും. ആലോചിച്ച് വയ്ക്കും. അപ്പോൾ എപ്പോഴും ആ ബന്ധമുണ്ട്. അതൊരിക്കലും നമുക്ക് ആ തലയിലെടുത്ത ഡെസ്റ്റിനി ഏതെ ഇന്നത് കർമ്മം ചെയ്യാൻ പറഞ്ഞു വിട്ടിരിക്കുക. കർമ്മം നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മതി, ബാക്കി കാര്യങ്ങൾ പുറകെ വരും. അപ്പം നമുക്ക് ഈ 10th ഹൗസിൻ്റെ പ്രാധാന്യം കൂടെയാണ് ഞാനിത് പ്രത്യേകമായിട്ട് പറഞ്ഞത്. 10th ഹൗസിൽ ചൊവ്വ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷങ്ങളാണ് ഈ പറഞ്ഞത്. അതെ അതെ അതെ. ഓക്കെ, നമുക്ക് ഈ 10th ഹൗസിൽ ഇപ്പോൾ സാറ് പറഞ്ഞു ചന്ദ്രൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ചൊവ്വയുടെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ 10th ഹൗസ് നമ്മുടെ ഒരു കർമ്മ മേഖലയും കൂടെയാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മുടെ ഈ കരിയറിൽ അല്ലെങ്കിൽ നമ്മുടെ കർമ്മ മേഖലയിലുള്ള ഒരു ചേഞ്ചസ് ഒക്കെ നമുക്ക് ഫ്രീക്വൻറ്റ് ചേഞ്ചസ് വരുന്നത് 10th ഹൗസിൽ രാഹു നിന്നാൽ ചേഞ്ചസ് വരാറുണ്ട്. 10th ഹൗസിൽ രാഹു അത് ജനറലാണ്. 10th ഹൗസിൽ നിൽക്കുന്ന രാഹു നല്ല ഡോക്ടേഴ്സിൻ്റെ ഉണ്ട്, അവരുടെ പ്രൊഫഷൻ ചേഞ്ച് ആകുന്നില്ല. പക്ഷേ അവർ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റലിൽ മാറും, പല കാര്യങ്ങളുണ്ടാവും. അതായിരിക്കും അവരുടെ ആ മേഖലയിൽ വരുന്നത്. ഈ 10th ഹൗസിൽ പലതും കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ജോലി കമ്പനി ടു കമ്പനി ചേഞ്ചസ്, നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ല എന്ന് നമുക്ക് തന്നെ തോന്നും. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. അങ്ങനത്തെ ഒരവസ്ഥാവിശേഷങ്ങൾ ഉണ്ട് രാഹുവിൻ്റെ. കാരണം രാഹു മൂവ് ചെയ്യുന്നൊരു പ്ലാനറ്റാണ്. അത് കർമ്മമേഖല നിന്നാൽ കർമ്മത്തിന് എപ്പോഴും ചെറിയൊരു ഇളക്കം, ഡെസിഗ്നേഷൻ. ഈ സീറ്റ് ഇരുന്നവർ കുറച്ച് കഴിയുമ്പോൾ അവിടെ ആയിരിക്കും. അല്ലെങ്കിൽ ഓഫീസിൽ നിന്നയാൾ ചിലപ്പോൾ സ്റ്റോറിലോട്ട് പോവും, സ്റ്റോറിൽ നിന്ന് ഓഫീസിലോട്ട് വരും. ഒരു ഇൻസ്റ്റെബിലിറ്റി റോമിങ് ആയിരിക്കും, എല്ലായിടത്തും പോയി സെയിൽസ് ആയിരിക്കും, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് ആ ഗ്രഹങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെയും പവറും പ്ലേസ്മെൻറ്റും ഒക്കെ നോക്കിയാലേ വരുള്ളൂ. ചിലർ ഫ്രീക്വൻറ്റ് ട്രാവലിംഗ് ആയിരിക്കും, എബ്രോഡായിരിക്കും ചിലർ പോയി വരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് സംഗതികളുണ്ട്. ജനറലി നോക്കിയാൽ 10th ഹൗസിലെ രാഹു ഇതുപോലുള്ള ചേഞ്ചസുകൾ വരാം, കൊണ്ടുവരാം. ഈ ഫ്രീക്വൻറ്റ് ചേഞ്ചസ് വരുത്തുന്നത് ഈ ഒരു രാഹുവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. ഡെസിഗ്നേഷൻ ടു ഡെസിഗ്നേഷൻസ്, ഹോസ്പിറ്റൽസ് ടു ഹോസ്പിറ്റൽ, അങ്ങനെ മാറി മാറി സംഭവിക്കാം. അതാണ് അതിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേകത ഉള്ളത്. അത് ഇൻസ്റ്റബിലിറ്റി ഈ ഇപ്പോൾ കൺസിസ്റ്റൻസി വരുന്നത്, മൂവ്മെൻറ്റ്സ് വരുന്നത്, അത് നന്നാക്കി എടുക്കാൻ നമ്മൾ നോക്കിയാൽ മതി. എന്തായാലും നമുക്ക് മാറ്റമുണ്ട്. ആ മാറ്റം നല്ലതിലേക്ക് പോകാൻ അത് അക്സെപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. എന്നാലും നമുക്ക് അതൊക്കെ ഒന്ന് മുൻകൂട്ടി അറിയാൻ പറ്റും. പിന്നെ രാഹുർദശയുടെ കാലഘട്ടം, ചൊവ്വാദശ രാഹുർദശയുടെ ആ കാലഘട്ടം അത് താൻ നല്ലതല്ല. ആ സമയത്ത് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവും. നമ്മളിൽ ഒരു ചേഞ്ചസ് കരിയറിലൊക്കെ ഇപ്പോൾ 10th ഈ രാഹു നിൽക്കുന്നതെങ്കിൽ ആ സമയത്ത് കരിയറിൽ ഒരു ചെറിയ ചേഞ്ച് കാണും. ബിസിനസ്സാണ്, ബിസിനസ്സിന് ചിലപ്പോൾ വേറൊരു ആംഗിളും കൂടെ വരും, അല്ലെങ്കിൽ വേറൊരു സംഭവം കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്യും. അത് നമുക്ക് കുറച്ച് കഷ്ടപ്പാട് വരുത്തും, കഷ്ടപ്പെടും. എന്നാലും 10th ഹൗസിലെ രാഹു നല്ലതാണ്, പവർഫുള്ളാണ്. മറ്റ് ഗ്രഹങ്ങളെ പോലെ കുറച്ചുകൂടെ നല്ലൊരു അഗ്രസീവാണ്. ബിസിനസ്സിൽ എത്ര കോമ്പറ്റീഷൻസൊക്കെ ഉണ്ടെങ്കിലും കയറി നിൽക്കും, മോശമായി ഇടത്തില്ല. സൂര്യനൊക്കെ സപ്പോർട്ടിങ് ആണ്, കയറി വരും. അത് ഓരോ പ്ലാനറ്റും നമ്മളെ ആ ഒരു ഇതിൽ സപ്പോർട്ടിങ് വേണം.
രണ്ട് സൈഡിലും സപ്പോർട്ടിങ് വേണം. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ ചന്ദ്രൻ്റെയും അതുപോലെ തന്നെ മാസിൻ്റെയും നല്ലൊരു കോമ്പിനേഷനെ കുറിച്ചും അത് തരുന്ന ആ ഒരു റിസൾട്ടിനെ കുറിച്ചും നമ്മൾ പറയുകയുണ്ടായി. നമ്മൾ ഓരോ ചാർട്ടുകളും അനലൈസ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ ഹൗസസിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. പിന്നെ നമുക്ക് ടൈം ഓഫ് ബർത്ത്, നമ്മൾ ആ ജനിച്ച സമയം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത് നമുക്ക് ടൈം ഓഫ് ബർത്ത് കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ലഗ്നം അതാണ് ഫസ്റ്റ് ഹൗസ്. ഫസ്റ്റ് ഹൗസ് കണ്ടാലേ സെക്കൻഡ് ഹൗസ് പറ്റുള്ളൂ, അങ്ങനെ 10th ഹൗസിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഹൗസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഹെൽത്തിനെ കുറിച്ച് മുമ്പേ പറഞ്ഞു. 6th ഹൗസ് നമുക്ക് രോഗാവസ്ഥകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് നേരത്തെ മുൻകൂട്ടി കാണണമെന്നൊക്കെ നമ്മൾ സംസാരിച്ചു. ഫസ്റ്റ് ഹൗസ് ഇതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഹൗസ് പറഞ്ഞാൽ ഞാൻ തന്നെയാണല്ലോ, അല്ലേ? ഞാൻ തന്നെ, എൻ്റെ ശരീരം, എൻ്റെ ബോഡി എല്ലാം ഫസ്റ്റ് ഹൗസിൽ പെടും. അത് പോയി 6th ഹൗസിൽ രോഗസ്ഥാനത്ത് പോയി നിന്നാലോ, അപ്പം നമുക്ക് രോഗങ്ങൾ പിടിപെടാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ഇങ്ങനെയുള്ള ശാസ്ത്രം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ജ്യോതിഷമൊക്കെ വളരെ ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ജനിച്ച വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ആ സമയം, കൃത്യമായിട്ടുള്ള ഒരു സമയം നമുക്ക് വേണമെന്ന് നമ്മൾ പറയുന്നത്. ആ സമയത്തിലുള്ള വ്യത്യാസം കൊണ്ട് പല മാറ്റങ്ങളും സംഭവിക്കാം, അല്ലേ? പല മാറ്റങ്ങളും സംഭവിക്കും, പലതും മാറിപ്പോവും. അപ്പോൾ 6th ഹൗസ് മാറിപ്പോവുമല്ലോ, നമ്മൾ ടൈം മാറിപ്പോയി. അപ്പം ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലഗ്നാധിപൻ അഷ്ടമത്തിൽ നിന്നാൽ നമുക്ക് അപകട ചാൻസുകളൊക്കെ കൂടുതലാണ്. നമ്മളായിട്ട് നഷ്ടക്കളികൾ ചിലപ്പോൾ വരുത്തി വെച്ചെന്ന് വരും. ലഗ്നാധിപൻ 12th ഹൗസിൽ പോയാൽ അതിനൊരു വിദേശ യോഗം പറയുന്നുണ്ട്. 12th ഹൗസിലേക്ക് പോയാൽ അതൊരു മറഞ്ഞ ഒരു രാശിയാണ്, ഒരു ഹൗസാണ്. നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യുന്നവരൊക്കെ മിക്കവാറും ധനു ലഗ്നാധിപൻ 12ലേക്ക് നിന്നാൽ ആള് വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ വിദേശത്ത് വന്നും പോയി നിൽക്കുക. അന്നേരം രാഹുവിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്, പോയും വന്നായിരിക്കും നിൽക്കുന്നത്. ചേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ചൊവ്വയും ശനിയും നിന്നപ്പം ആൾക്കുണ്ടായിരുന്ന പ്രയാസങ്ങൾ, വിഷമതകൾ ചൊവ്വയുടെ കൂടെ ചന്ദ്രൻ കയറിയപ്പം വേറൊരവസ്ഥ വിശേഷം വന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇത്. നമുക്ക് ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ പഠിക്കുന്നൊന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് കൊണ്ട് നമുക്ക് കൂടുതൽ പഠിക്കാം, എല്ലാവർക്കും പഠിക്കാം. ആരെപ്പോൾ പഠിക്കാം, പലതും അറിയാം. എന്നോട് പലരും വാട്സാപ്പിലൊക്കെ വരുന്നവർ, സാറേ ഇപ്പം ഞാൻ 9th ഹൗസിൽ ജൂപ്പിറ്റർ നിൽക്കുന്ന കാലഘട്ടമാണ്, ഇങ്ങോട്ട് ചോദിക്കുന്നു. കാരണം ആൾക്കാർ, എനിക്ക് തോന്നുന്നു അതിനുള്ള ഇൻഫർമേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. ഒരു ശാസ്ത്രമാണല്ലോ, ഒരു സയൻസ് ആണല്ലോ. അതിനാൽ ഇതെല്ലാം ഇപ്പം നമുക്ക് ഒരു പാഠ്യ വിഷയമായിട്ട് ഇപ്പോൾ വരും. പിന്നെ നമ്മൾ ഒരു വ്യക്തി ആളുടെ ഒരു കാര്യങ്ങൾ എന്താണെന്ന് അറിയാന്നുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ അപ്പോൾ അവരത് ബുക്സ് അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഇപ്പം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് കാര്യങ്ങളും പറ്റുന്ന ഒരു ആയുർവേദവും ജ്യോതിഷവും ഒക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റം. 64 കലകളിൽ ഇതെല്ലാം പെടും. പിന്നെ ഇതൊരു പാഠ്യ വിഷയമായിട്ടൊക്കെ മുന്നോട്ട് വരും. ഇനിയിപ്പോൾ അതിനുള്ള ചാൻസ്, ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അത് വരണം. അത് സയൻസ് അല്ലേ ഇത്? അതെ. പിന്നെ ഇന്റർപ്രിട്ടേഷനിലാണ് ആൾക്കാർ ഈ പലതരത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. പക്കാ സയൻസാണ്. സാറ് മുമ്പുള്ളൊരു എപ്പിസോഡിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. രോഗനിർണയത്തിൽ ഓൾമോസ്റ്റ് ഒരു 99% ആൾക്കാർ ഓക്കെയാണ്. പക്ഷേ അതിന് ശേഷം രക്തനിർണയം, അതിന് കൊടുക്കുന്ന മരുന്ന് അല്ലെങ്കിൽ അതിനുള്ള ഒരു റെമഡിയിലാണ് പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നത്. ചില സമയങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് രത്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈശ്വരനെ തന്നെ ധ്യാനിച്ച് അതിൻ്റെ പ്രാർത്ഥനകൾ കാര്യങ്ങൾ ചെയ്ത് അപ്പോൾ നമുക്കൊരു 2 കൊല്ലത്തിന് ശേഷം നമുക്ക് സ്റ്റോൺ ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ സ്റ്റോൺ തന്നാലും നമുക്കത് ഫലത്തിൽ വരാത്ത ഒരു ടൈമായിരിക്കും. അപ്പം ഇങ്ങനെ ഓരോന്നിനും ഒരു ടൈം നമുക്ക് കീപ്പ് ചെയ്ത്
വേണം ചെയ്യാനാണ് ആചാര്യന്മാർ പറയുന്നത്. ഇന്ന സമയത്ത് ഇന്നത് വിതയ്ക്കാനൊരു സമയം, കൊയ്യാനൊരു സമയം അല്ലേ. പിന്നെ നമ്മളൊരു രത്നം ഇട്ട് നാളെ അതിനൊരു റിസൾട്ട് എന്ന് പറഞ്ഞ് ആ ഒരു മനോഭാവം നമുക്ക് പാടില്ല. സാർ പറഞ്ഞൊരു എക്സാമ്പിളും കൂടെ ഞാൻ ഓർക്കുകയാണ്. അതായത് നമ്മളൊരു എക്സസൈസ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്നു, ഇന്ന് പോയതുകൊണ്ട് നാളെ അതിനുള്ള റിസൾട്ട് വരുന്നില്ല. അത് നമ്മൾ മാസങ്ങളും വർഷങ്ങളും അതിനു വേണ്ടി 10 കൊല്ലം 20 കൊല്ലവും ഒരു ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ഒരാളെയും നമ്മൾ ഒരു മാസം ചെയ്യുന്നവരും തമ്മിൽ കണ്ടാൽ അറിയാൻ പറ്റും ഇല്ലേ. ട്രെയിനേഴ്സൊക്കെ കണ്ടിട്ടില്ലേ. അപ്പൊ അവരതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അവർ തന്നെ മുന്നോട്ട് അങ്ങനെ പറ്റുള്ളൂ. ഇതെല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. എല്ലാം ഇപ്പൊ സംഗീതമാണേലും നമ്മൾ ഒരു 2 ക്ലാസ്സോ 4 ക്ലാസ്സോ കൊണ്ടോ അല്ലല്ലോ. ക്ലാസിക്കലൊക്കെ എത്രയോ വർഷം പഠിച്ചിട്ടാണ് അതെ ഇല്ലേ. മൃദംഗമൊക്കെ എന്തോരം നമ്മൾ അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും പഠിച്ചെങ്കിൽ ഒരു മൃദംഗിസ്റ്റായിട്ട് മാറുന്നത്. അപ്പൊ അതിന് കാലം എടുക്കും, ടൈം എടുക്കും. നമ്മളൊരു ജോലി ചെന്ന് കയറി നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ റാങ്ക് ഹോൾഡർ ആണെന്ന് തന്നെ വിചാരിക്കും. എന്നാൽ ആ ഫസ്റ്റ് ഡേയിലും നമുക്ക് പെർഫോമൻസ് ഉണ്ട് ഇല്ലല്ലോ. പിന്നെ നമ്മൾ ആ സബ്ജക്റ്റ് എല്ലാം പഠിച്ച് അങ്ങനെ വരുന്നത് പോലെ തന്നെയാണ് രത്നങ്ങൾ. അതിങ്ങനെ വേറെ ചെയ്ത് ഉടൻ തന്നെ ഒരു വലിയ റിസൾട്ട് അല്ല. കുറേശ്ശെ കുറേശ്ശെ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ തരും. പിന്നെ ഒരു സമയത്ത് നിങ്ങൾ ഈ കല്ല് നിങ്ങൾ ഊരത്തില്ല. ഈ കല്ല് പോയാൽ തന്നെ നിങ്ങൾക്ക് വിഷമമായി പോകും. ആ അവസ്ഥയിലേക്ക് അത് കൊണ്ടുവരും. അല്ല, അത് ആ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. കാരണം പലപ്പോഴും പല പ്രേക്ഷകരും പറഞ്ഞിട്ടുണ്ട്, ഉപയോഗിച്ചിരുന്നൊരു കല്ല് പോയി ഭയങ്കരമായിട്ടുള്ളൊരു മാനസിക ബുദ്ധിമുട്ട്, ഒരു കോൺഫിഡൻസ് അങ്ങ് പോയൊരു ഇത് സൈക്കോളജിക്കലാണത്. പിന്നെ ഇതിനകത്തുണ്ട് അങ്ങനെ ഉണ്ട് ഒക്കെ ഈ പലതാണല്ലോ. പലതരത്തിൽ ബഹുജനം പലവിധം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് പല കാര്യങ്ങളും നമുക്കിപ്പോൾ ചിലത് പറയുമ്പോൾ നമുക്ക് അതും നമ്മൾ കൺസിഡർ ചെയ്യണം. അതെ ഇല്ലേ. അല്ല നമ്മളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പൂർണ്ണതയിലേക്ക് വരുന്നത്. എല്ലാ കാര്യങ്ങളിനകത്തും നമ്മൾ അതീവ ശ്രദ്ധയാലുമായിട്ട് ശ്രദ്ധ എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പ്രാധാന്യം. ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. രത്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിനുള്ള അറിവും അതിനകത്ത് പ്രാഗൽഭ്യമൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കണ്ട് കൃത്യമായിട്ടുള്ള അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. രത്നങ്ങൾ നിങ്ങൾ ധരിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഐതർ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും. അത് റിസൾട്ടുകൾ എല്ലാം തന്നെ പോസിറ്റീവ് റിസൾട്ട് എല്ലാം നമുക്ക് വളരെ വൈകിയായിരിക്കും വരുന്നത്. കുറേശ്ശെ ആയിട്ടായിരിക്കും. എക്സാമിനേഷൻ നാളെയാണ് സാർ, ഇന്ന് തന്നെ മോൻ്റെ കല്ലൊന്ന് റെഡിയാക്കി തരാമെന്ന് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയം അത് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നോട്ട് പോയാൽ മതി. അത് രക്തധാരണമാണെങ്കിലും എന്ത് കാര്യത്തിനകത്താണെങ്കിലും ആ ഒരു ലക്ഷണമുണ്ട്. അതിനനുസരിച്ചിട്ട് അവിടെ പോയാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഡാമേജ് ഒന്നും വരാതെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.